ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു മക്രോണ പോളയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കാണുമ്പോഴും ഇഷ്ടമാവും, കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ചെറിയ കുഞ്ഞു എല്ലില്ലാത്ത ചിക്കനാണ്, ചെറിയ പീസാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പീസ് എടുത്ത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അത് കൈ വെച്ചിട്ട് പിച്ചിട്ട് എടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും, ഇങ്ങനെ ചെറിയ പീസായിട്ട് നമ്മുടെ ഈ ഒരു പോളയിൽ കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കുക. ഒരുപാട് പൗഡേഴ്സൊന്നും ഇടുന്നില്ല. കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലവർ 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും മതി കേട്ടോ. ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ട്, വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മക്രോണ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് ഓയിൽ ചേർക്കുന്നത് പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അതും ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മക്രോണ, ഇതുപോലെ ചെറിയ സൈസിലുള്ള മക്രോണയുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓവറായിട്ട് കുഴഞ്ഞു പോവരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പോള ഉണ്ടാക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ഇങ്ങനെ കുഴഞ്ഞു പോവാത്ത രീതിയിൽ, കുക്കാവുന്ന രീതിയിൽ ഇതെടുക്കാം. എന്നിട്ട് നമുക്കിത് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഈ ഒരു ലെവലിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഞാനൊരു സ്ട്രൈനറിലിട്ടിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന വേണമെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ഒന്നുകൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അത് ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് ചിക്കന് കുറച്ച് ഓയിലിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണ് വേണ്ട അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഈ ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന അത്ര വലുപ്പം ഉണ്ടാവില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്ക് ചെറുതായിട്ടൊരു കടലൊക്കെ കുറിക്കുന്ന പോലെ അത്രയും വലുപ്പത്തിലേ വരുള്ളൂ. അപ്പോൾ കുറച്ച് സമയമാകുമ്പോഴേക്കും ഇത് കുക്കായി വരും. അപ്പോൾ അത് കറക്റ്റ് ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഈ ഒരു ഓയിൽ തന്നെയാണ് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിൽ സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു ഓയിലിൽ തന്നെ സവാള, ഇപ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാളയുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അത് വഴന്ന് കിട്ടാനും മസാലയ്ക്കൊക്കെ കുറച്ച് ഉപ്പ് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങ് ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. ഇനി നമ്മൾ വേറെ ഉപ്പൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആ സവാള വഴന്ന് വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതിന് പച്ചമണം മാറുമ്പോൾ കുറച്ച് ചെറിയൊരു പീസ് ക്യാപ്സിക്കം വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 1 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഞാൻ ക്യാപ്സിക്കം പ്രത്യേകം അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് മതി. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് തക്കാളി, ചെറിയൊരു തക്കാളി, വലുതൊന്നും വേണ്ട, ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട്, ഒരുപാട് വലുതാകുമ്പോൾ നല്ല പുളിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് വലുതെടുക്കണ്ട, ചെറുത് മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ചിട്ടാണെങ്കിൽ അടച്ചു വെച്ചിട്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പോളയ്ക്ക്. അതൊരു 1/2 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂണോട് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതൊന്നൊരു ഗ്രേവി ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കൻ ഈ മസാലയിലൊക്കെ പിടിച്ച് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചിക്കനും നല്ല സോഫ്റ്റായിട്ട് ഉള്ളിയിലൊക്കെ കിടന്നിട്ട് ചിക്കനും സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് ഞാൻ ഈ ഒരു മക്രോൺ അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷമാണ് മല്ലിയില ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല.
അപ്പം ഞാൻ ഈ ഒരു മക്രോൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് ചെയ്യണത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ, മക്രോണയുടെ മസാലയൊക്കെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് മക്രോണ വേണമെങ്കിൽ ഇതേ രീതിയിൽ ഇതുപോലെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. നമ്മളിത് പോളയായിട്ടാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ മസാല ഫില്ലിങ്ങിൽ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്തതാണ് കേട്ടോ. അതിനനുസരിച്ച് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂണും കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് മല്ലിയില ചേർക്കുന്നതിന് മുന്നേ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ട് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഈ ഒരു മക്രോണ മിക്സ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ചൂടോടെ ഇട്ട് കൊടുക്കരുത്. ചൂടാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മുട്ടയും ഈ ഒരു മിക്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പോളക്കുള്ള സംഭവം ഇവിടെ റെഡിയായി. ഇനി ഇത് ഇങ്ങനെ ഒഴിച്ചിട്ട് സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ സോസ് പാനിൽ വളരെ കുറച്ച് മാത്രം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ലെവലാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിൻ്റെ താഴെ ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പഴയൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടി പിടിക്കാതിരിക്കാനൊക്കെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു ഫ്ലെയിമിനനുസരിച്ച് ചെറിയ മാറ്റം വരും. എനിക്ക് 20 മിനിറ്റാണ് കേട്ടോ ഇത് കുക്കായി വരാനായിട്ട് എടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം ഒട്ടാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കുകയാണ്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഓവറായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുന്ന സമയത്ത്. ഈ ഒരു സിമ്പിൾ പോള നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം